സത്യം കൊണ്ടാണ്, അല്ലെങ്കിൽ സാധിക്കൂല നമ്മളെ പോലെ തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ഉപയോഗിക്കാൻ കിട്ടൂല. അള്ളാഹ് സബബാക്കിയിട്ടില്ല. എന്റെ ചോദ്യം അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാണ്, നിങ്ങളോട് ആവർത്തിച്ച് ചോദിക്കാൻ. നിങ്ങളൊന്ന് പറയും, നിങ്ങൾ എന്തിനാ ഈ കാഴ്ചയും കേൾവിയും ഭൗതികം അഭൗതികം ഇതൊന്നും അറിയണ്ട, ഒറ്റ പറച്ചല്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ജിന്നുകളെ എനിക്ക് പുഴയിൽ വീണ് മുങ്ങിച്ചാവുന്ന സമയത്ത് ഒരു മൻഫഅത്ത് ലഭിക്കുന്നതിന് വേണ്ടി തേടാവുന്ന സബബായി നിശ്ചയിച്ചിട്ടുണ്ടോ? എനിക്ക് പുഴയിൽ തന്നെ വീഴണം, എനിക്ക് കരക്ക് വീണാ പോരാ, എനിക്ക് പുഴ തന്നെ വേണം, നിർബന്ധമാണ്. ദയവേദി ഞാൻ എവിടെയെങ്കിലും വീണോളാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കര വീണോ, എന്റെ വീഴ്ചമ പിടിക്കല്ലേ, എനിക്ക് സ്വാതന്ത്ര്യം തരൂ പുഴയിൽ വീഴാൻ. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ പുഴയിൽ വീണു. അപ്പൊ അത് ഞാൻ ഉപയോഗപ്പെടുത്തി. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ എനിക്ക് തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്ത് പറയാ, ഹദീസ് പറയാ, അത് കാണണം, അത് കേൾക്കണം. അല്ലാതെ യുക്തിവാദം വിളമ്പിയിട്ട് കാര്യമില്ല, അല്ലാതെ മന്ദിക്ക് ഭൂഷിയിട്ട് കാര്യമില്ല, നടക്കൂല. ആയത്ത് വെക്ക്, ഹദീസ് വെക്ക്, അതിന് ആണ് കാണുന്നത്. അപ്പൊ ജോത്സ്യന്റെ കഥ ചോദിക്കണേ. ജോത്സ്യന്റെ ഞാൻ പറഞ്ഞല്ലോ, എന്താ ജിന്നിന്റെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ ജിന്നിന് അനുവദിച്ച മേഖലയാണ്. ജോത്സ്യൻ ഇങ്ങനെ വിളിക്കുമ്പോ എന്നാ തെളിയിക്ക്. ജോത്സ്യം വിളിച്ചാൽ ആ വിളിയുടെ ഉടനെ ജിന്ന് ഉത്തരം ചെയ്യും. ജോത്സ്യനും ജിന്നും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ആയത്ത് വെക്ക്, ഹദീസ് വെക്ക്, കളി മാറ്റി ആയത്തും ഹദീസും വെച്ചിട്ട് മന്ദിക്കും മാനൊക്കെ തള്ളിക്കോ. നമ്മൾ ആയത്ത് ഹദീസിൽ നോക്കാം. അപ്പൊ രണ്ട് കാര്യം. ജോത്സ്യന്റെ കാര്യം ചോദിച്ചല്ലോ, ആ ജോത്സ്യന്റെ കാര്യത്തിൽ മൂപ്പര് മറ്റേ വിട്ട്, ഏത് വ്യഭിചാരം, കള്ള്, സബബ് ഹറാമായതുണ്ട് ഹലാലായതുണ്ട്, അത് വിട്ടില്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു ഞാൻ അവഞ്ഞ് പിടിച്ച ഞാൻ കാട്ടിത്തരാ ബാക്കിയുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഈ അണ്ടബീജ സങ്കലനാണ് സന്താനോത്പാദനത്തിന് അള്ള വെച്ച സബബ്. അത് വ്യഭിചാരത്തിലൂടെ ആവാം, വിവാഹത്തിലൂടെ ആവാം. സബബാണ് ജിന്ന് എങ്കിൽ ഹറാമായതും കാണണം, ഹലാലായതും കാണണം. ഈ സബബ് മാത്രം ഹറാമുള്ളോ, ഈ സബബിൽ ഹലാലില്ല, ആയത്ത് പറയ്, ഹദീസ് പറയ്, കളി വിട്, മന്ദിക്ക് വിട്, എന്നിട്ട് ആയത്ത് പറയ്, ഹദീസ് പറയ്. അതല്ലേ നമുക്ക് കിട്ടണ്ടേ? ഇങ്ങനെ തന്നെ ഇരിക്കും നമ്മളെ സെഷൻ. ഇങ്ങനെ തന്നെ പോയാൽ മതി. എന്നിട്ട് ആയത്ത് പറഞ്ഞിട്ട് മതി. പിന്നെ ജമിയത്തുൽ ഉലമയിൽക്കും മറ്റേക്കൊന്നും കയറണ്ട, ജമിയത്തുൽ ഉലമനെ പിടിക്കണ്ട. അതിനെ പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വെറുതെ നിങ്ങൾക്ക് തോന്നണേ, നിങ്ങൾക്ക് ഉണ്ടായ കാര്യങ്ങളും പറയാം. പിന്നെ ഞാൻ ജമിയത്തുൽ ഉലമനെ സംബന്ധിച്ച് പറഞ്ഞു, ജമിയത്തുൽ ഉലമയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഷെറുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഷെറുണ്ടെങ്കിൽ ജമിയത്തിന്റെ തീരുമാനത്തിന്റെ ബക്കറ്റ് കയറലെന്നാ പറഞ്ഞത്, അല്ലാതെ ജമിയത്തിന്റെ ഉപദ്രവമുണ്ടായെന്നല്ല. ഇനിയിപ്പോ അത് വ്യാഖ്യാനിക്കണ്ട. അപ്പൊ നമ്മളെ ചോദ്യം ഞാൻ ചോദിക്കുന്നു, ഞാൻ പുഴയിൽ വീണു, എനിക്ക് പുഴയിൽ തന്നെ വീഴണം, അത് നിർബന്ധമാണ്. ഞാൻ പുഴയിൽ വീണു, മുങ്ങിത്താഴുകയാണ്. ഈ സമയത്ത് എന്നെ പിടിച്ചു കയറ്റാൻ, എനിക്ക് സഹായം ചോദിക്കാൻ സബബായി അള്ളാഹു ജിന്നിനെ നിശ്ചയിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മറുപടി പറയ്. സുലൈമാൻ നബിയുടെ മറുപടി വേണ്ട. അതിൽ തന്നെ എനിക്ക് മനസ്സിലായി സുലൈമാൻ നബിക്ക് അങ്ങനെ കിട്ടുമെങ്കിൽ എനിക്ക് മോചിസത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഉള്ള കഴിവ്, കുദറത്ത്, അത് ഉപയോഗപ്പെടുത്താൻ, അത് എനിക്ക് നേടാനുള്ള സബബായി അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് സഹായം കിട്ടൂല. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ജിന്നിന് കേൾവിണ്ടെന്ന് വിശ്വസിച്ചിരിക്കാവില്ല, കാഴ്ച വിശ്വസിച്ചിരിക്കാവില്ല. ഞാൻ എന്റെ ചോദ്യം, ഇങ്ങനെ കേൾവിണ്ട്, ആ കേൾവിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചാൽ ജിന്ന് കേട്ട് എന്റെ അവസ്ഥ മനസ്സിലാക്കി എനിക്ക് വേണ്ട സഹായങ്ങൾ കൊണ്ടുതരും എന്നതിന് തെളിവ് വെക്ക്. എന്നിട്ട് തെളിവ് വെച്ച് സംസാരിക്കുക. അഖലാനിയാവല്ലേ? യഥാർത്ഥത്തിൽ ശുദ്ധ അഖലാനിസമാണ് ഈ ചോദ്യം തന്നെ എന്നുള്ളത് സാലിസിന് പോലും ബോധ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മന്ദിട്ട് വേണ്ട, തർക്കശാസ്ത്രം വേണ്ട എന്ന് പറയുമ്പോ യഥാർത്ഥ ഏതായി മന്ദിട്ട്, പൊടി തന്നെ വീഴണം എന്ന് പറഞ്ഞാൽ അതല്ലേ യഥാർത്ഥത്തിൽ മന്ദിട്ടിയാ ചോദ്യം ഉള്ളത്. ശിർക്കും തൗഹീദും ബോധിക്കാനാണെങ്കിൽ എവിടെ വീണാലും സമല്ലേ. ശിർക്കും തൗഹീദും ബോധിരുന്ന് കരയിലോ കടലോ നോക്കിയിട്ടല്ല, എവിടെയാണെങ്കിലും ശിർക്ക്, കരയിൽ ശിർക്കായതും കടലിൽ ശിർക്ക് തന്നെയാണ്. അല്ല കടലിന് മാത്രം ശിർക്ക്, കരയും ഒരു തൗഹീദ്, അപ്പുറത്ത് ഭാരത ശിർക്ക്, ഇപ്പുറത്ത് ഭാരത തൗഹീദ്, അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. ആകാശഭൂമികൾ സ്വീകരിച്ച ആദർശമാ തൗഹീദ്, ആദം നബിയുടെ ആദർശമാ തൗഹീദ്, അവസാന മനുഷ്യനും സ്വീകരിക്കേണ്ട ആദർശമാ തൗഹീദ്, പക്ഷിമൃഗങ്ങളുടെ ആദർശമാ തൗഹീദ്. അത് എല്ലായിടത്തും ഒരുപോലെയാണ്. അല്ല എനിക്ക് പുഴയിൽ തന്നെ വീഴണം എന്നാൽ ആ വാസിക്കാ ദുർവാസി എന്ന് പറയാം. അതുകൊണ്ട് ശിർക്കായത് ആ പുഴയിൽ വീഴുമ്പോഴും ശിർക്കനെ. നീ കേറി രക്ഷപ്പെട്ട് കരക്കേറി, അവിടെയും ഈ ശിർക്കുണ്ട്. ശിർക്ക് അവിടുന്ന് പോണില്ല, ശിർക്ക് അവിടുന്ന് പോകുന്നില്ല. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ശിർക്കില്ല എന്നാണോ? അല്ല. അപ്പൊ ശിർക്കായത് എവിടെയും ശിർക്ക് തന്നെ. അല്ലാതെ പുഴയ്ക്കെത്തുമ്പോ മാത്രം വേറൊരു ശിർക്ക്, അവിടെ ഞാൻ വിളിച്ചാല് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന എവിടെ പറഞ്ഞേക്കണോ? നീ അവിടുന്ന് കാണിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും? നീ ശരി കാട്ടുന്ന വിളിച്ചാൽ രക്ഷപ്പെടുത്ത എവിടെയെങ്കിലും ഉണ്ടോ? ശരി, അതും കിട്ടി. ഇനി അപ്പുറത്ത് ഞാൻ പാറപ്പുറത്ത് പോയി വിളിക്കുമ്പോ കിട്ടുന്നുണ്ടോ? ശരി, അതും കൊടുത്തു. ഇനി അങ്ങേ പുറത്ത് പുഴന്നല്ലോ, ചെറിയ തോടേ ഉള്ളൂ, അവിടുന്ന് വിളിച്ചാൽ കിട്ടുന്നുണ്ടോ? ഇങ്ങനെ ഓരോന്നിനും ആയത്തിങ്ങനെ പറയണമെന്നാ, ഓരോന്നിനും ആയത്ത് പറയണമെന്ന. അതേസമയം മൊത്തത്തിൽ ഖുർആൻ പഠിപ്പിക്കും. ഇനിയിപ്പോ പുഴയിൽ പോകുമ്പോൾ ആയത്ത് കാണിച്ചു മുമ്പ് എന്താ പറയും? ഞാൻ വീണ് ആ പുഴയല്ല, അത് കല്ലുണ്ടിപ്പുഴയല്ലേ, ഞാൻ വീണ് ചാലിയാറില്ല, അതിനെവിടെ ആയത്ത് എന്ന് വെച്ചാൽ അത് ഖുറാഫിയുടെ ചോദ്യം. സാരിഷതായ അത്തരം ചോദ്യങ്ങൾ സാരിഷന് ഒരു നിലവാരത്തിൽ നമ്മൾ ചോദിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. നേരെ മറിച്ച് ശിർക്ക് എപ്പോഴാകും, തൗഹീദ് എപ്പോഴാകും, അവിടെയാണ് ചർച്ച.
അവിടെയാണ് ചർച്ച. അല്ല എനിക്ക് പൊഴി തന്നെ വീഴണം, അതിന് ആയത്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോരുത്തരും എവിടെ പോയി വീണാലും ഇതൊക്കെ ആയത്തിനെ പറ്റുള്ളൂ. പണ്ട് ഒരു മൈമുട്ടയൊക്കെ പറഞ്ഞു, ഞാൻ നിസ്കരിക്കാൻ ഖുർആൻ ഹദീസൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഹദീസും ആയത്ത് കാണിച്ചു കൊടുത്തു, നിസ്കരിക്കാൻ ഖുർആൻ അത് നിസ്കരിക്കണമെന്നേ ഉള്ളൂ. ഞാൻ നിസ്കരിക്കുന്ന എവിടെ ഉള്ളത് ചോദിച്ചു, ഞാൻ നിസ്കരിക്കണം എവിടെ ഖുർആനിലുള്ളത്? അത് കണ്ടാല് ഈ മുഹമ്മൂട്ടി നിസ്കരിക്കണം അല്ല പറഞ്ഞിട്ടുണ്ടോ, എന്നാലും നിസ്കരിക്കുള്ളൂ എന്ന് പറഞ്ഞ ഓനെ കൊണ്ട് എന്തായാലും പിന്നെ തെളിയാൻ ഉറപ്പാ. കാരണം ഉറങ്ങുന്നവനെ ഉണർത്താൻ കഴിയുള്ളൂ, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്തായാലും സുലൈമാൻ നബിയുടെ വിഷയത്തിലും ഇപ്പോഴും അവസാനം സാധിച്ചു പോലെ എന്താ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ മുഴുജത്താണ്. അതന്നെ രണ്ടും തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാണ് മുഴുജത്ത്. അപ്പൊ കുദ്റത്ത് ആദ്യമുണ്ട്. ജിന്നിനും ഇഫ്രീത്തിനും ശൈത്താനും കാറ്റിനും മരംകൊത്തിക്കുമെല്ലാം ആ കുദ്റത്ത് ആദ്യമേ ഉണ്ട്. അത് സബബാണ്. ആ സബബ് ഉപയോഗിച്ചോളൂ എന്ന് അല്ലാഹു സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. അപ്പൊ സുലൈമാൻ നബിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റി. നമുക്കോ കീഴ്പ്പെടുത്തി കിട്ടിയിട്ടില്ല, അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അതിനകത്ത് സബബില്ല എന്നല്ല, സിസ്റ്റം ഇവിടെ ആദ്യമുണ്ട്. എന്നാൽ സബബിന് അപ്പുറം സുലൈമാൻ നബിക്ക് ഉപയോഗിക്കാൻ പറ്റൂല. സുലൈമാൻ നബിക്കും ആ സബബിന് അപ്പുറം ഒരു ജിന്നിനോട് ദുആ ചെയ്യാൻ പറ്റൂല. പുഴയിൽ പോയി മുങ്ങുമ്പോൾ ഒരു ജിന്നിനെ സഹായിക്കും എന്ന് കണക്കാക്കി ആ ജിന്നിനോട് സുലൈമാൻ നബി ദുആ ചെയ്താലോ ശിർക്ക് തന്നെയാണ്. എന്റെ കയ്യിലെ സൈനല്ലേ ഓന്, അതുകൊണ്ട് എനിക്ക് ദുആ ചെയ്യാലോ എന്ന് സുലൈമാൻ നബിക്ക് ന്യായം പറയാൻ പറ്റുമോ? ഇല്ല. അത് സബബിനപ്പുറമാണ്. എന്നാ ജിന്നിനെ വിളിച്ചിട്ട് എടാ കടലിൽ മുത്തുണ്ട് പോയി എടുത്തുവാ എന്ന് പറഞ്ഞാലോ അത് സബബിനപ്പുറമല്ല. അതേ സുലൈമാൻ നബി ഒരു പുഴയിൽ വീഴുമ്പോൾ ജിന്നെ സഹായിക്കണേ എന്ന് വിളിക്കുമ്പോൾ സബബിനപ്പുറമുള്ളതുണ്ട്, സബബിന് ഇപ്പുറമുള്ളതുണ്ട്. സബബിനപ്പുറമുള്ളത് ലോകത്ത് ഒരു മനുഷ്യനും അനുവദിക്കപ്പെട്ടിട്ടില്ല. അത് ശിർക്കാണെന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് റസൂലിനോട് അടക്കം പറഞ്ഞത് ലഇൻ അശ്റക്ത ലയഹ്ബതന അമലുക. റസൂലാണെങ്കിൽ പോലും ശിർക്ക് ചെയ്താൽ പൊളിഞ്ഞു പോയി. അപ്പൊ എവിടെ ശിർക്ക് വരിക? ഏതാ ശിർക്ക് വരിക? സബബിനപ്പുറമുള്ളത്, കാര്യകാരണങ്ങൾക്ക് അപ്പുറമുള്ളത്. പിന്നെ വ്യഭിചാരം പറഞ്ഞ് ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ തൊട്ടിട്ടുണ്ട്, സാലിസ് കേട്ടിട്ടുണ്ടാവില്ല. തൊട്ടിട്ടുണ്ട്, ഹലാലും ഹറാമും വിശദീകരിച്ചു. എന്നാൽ ജിന്നിന്റെ വിഷയത്തിൽ ഹറാമേ ഉള്ളൂ, ഹലാലില്ല. എന്തുകൊണ്ട്? അത് ഞാൻ പറഞ്ഞു. മന്ദിട്ട് പോലെ ആയത്ത് മോദി. എന്തുകൊണ്ട് ആയത്തും പറഞ്ഞവിടെ? കാരണം എന്താ? ശത്രുവായി കാണണം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു അത് ആയത്തല്ല എന്നാണോ? അപ്പൊ ആയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ പല കാരണങ്ങളാൽ ഹറാമല്ലാത്ത ചാൻസ് ഇല്ല എന്ന് ആയത്തും ഹദീസും വെച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഈ പ്രബന്ധത്തിൽ പോലും ഞങ്ങൾ എടുത്തു കൊടുത്തിട്ടുമുണ്ട്. ആയത്ത് കൊടുത്ത് ഇസ്തിൻതാഇന്റെ ആയത്ത് പറഞ്ഞു, അതേപോലെ വസിയത്തു ശിർക്ക് എന്ന കാരണം പറഞ്ഞു, അതേപോലെ നബിയുടെയും സ്വഹാബത്തിന്റെയും മാതൃക ഇല്ല എന്ന കാരണം പറഞ്ഞു. ഈ 3 കാരണങ്ങളാൽ ഇത് ഹറാം തന്നെ മുത്തലഖൻ എന്ന് ആലു ശൈഖിന്റെ ഫത്വ ഞാനും ഹനീഫയും കൊടുത്ത ഈ പ്രബന്ധത്തിന് 18ാമത്തെ പേജ് അവസാന പേജിൽ ഞങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞിട്ടില്ല വിചാരിക്കണ്ട. ഇനി കാഹിനും സാഹിറും അവിടെയാണ് പിന്നെ ചർച്ച വന്നത്. കാഹിനും സാഹിറും സഹായം കിട്ടുന്നു. ഇപ്പൊ എന്താ സാഹിർ ചോദിക്കുന്നത്? വിളിച്ച അപ്പ വരുമോ? അത് ശൈത്താന്റെ ഇഷ്ടം, ജിന്നിന്റെ ഇഷ്ടം, അത്രേ ഉള്ളൂ. ഓൻ വരാൻ വിചാരിച്ചാൽ വരും, ഇല്ലെങ്കിൽ വരൂല. അത് അവന്റെ ഇഷ്ടമാണ്. ഇനി എത്ര വിളിച്ചു പോകാൻ വന്നില്ല, എന്താ അത് ഓന്റെ ഇഷ്ടമാണ്, അതത്രേ ഉള്ളൂ. അതുകൊണ്ട് സബബിനപ്പുറവോ? അതേസമയം ഞാൻ എപ്പോ വിളിച്ചാലും ആ വിളി കേൾക്കുമെന്നും ഉത്തരം ചെയ്യുമെന്നും സാഹിർ വിശ്വസിക്കുന്നുവോ? ആ വിശ്വാസം തന്നെ ശിർക്ക്. സാഹിർ എപ്പോ വിളിച്ചാലും വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവോ? ആ വിശ്വാസം ശിർക്കാണ്. സാഹിർ എപ്പോ വിളിച്ചാലും ആ ശൈത്താൻ വരും എന്ന് നമ്മൾ വിശ്വസിച്ച ശിർക്ക് തന്നെ. എന്നാൽ സാഹിർ വിളിക്കുമ്പോൾ ശൈത്താൻ എപ്പോഴൊക്കെ വരും? ശൈത്താൻ ഇഷ്ടമാണ്. ചിലപ്പോ ശൈത്താൻ വിചാരിക്കും ഓൻ കുറച്ചും കൂടി ശിർക്ക് ചെയ്യട്ടെ എന്നിട്ട് ഓൻ സഹായിക്കുള്ളൂ. ഓ ഒരു നരബലി നടത്തട്ടെ, ഓ വ്യഭിചാരം ചെയ്യട്ടെ, ഓ തോന്നിവാസം ചെയ്യട്ടെ, ഓ മുസ്ഹഫിനെ അവഹേളിക്കട്ടെ, എന്നിട്ട് ഞാൻ ചെല്ലുന്നുള്ളൂ എന്നും വിചാരിച്ചു ഓനവിടെ കാത്തിരുന്നാലോ? അത് ഓന്റെ ഇഷ്ടം. അതല്ല, തൽക്കാലം ഓനെ സഹായിച്ചു കൊടുത്താൽ ഓനെ വെച്ച് ഈ സമൂഹത്തെ മൊത്തം ശിർക്കേ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ശൈത്താൻ മനസ്സിലാക്കിയാലോ? ചിലപ്പോ ഒന്നുകൂടെ ഇല്ല. അത് ഓന്റെ ഇഷ്ടമാണ്. അത് ശൈത്താന് ഇഷ്ടമാണ്. അവന്റെ കുദ്റത്ത് എവിടെയെല്ലാം പ്രയോഗിക്കണം അത് ഓന് സ്വാതന്ത്ര്യം ഉണ്ടാവും. നമ്മളെ കുദ്റത്ത് എവിടെയെല്ലാം പ്രയോഗിക്കണം സ്വാതന്ത്ര്യം ഉണ്ടാവും. ഒരു ആക്സിഡന്റ് ആയി എത്രയോ മനുഷ്യന്മാര് കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നു. അത് അവന്റെ ഇഷ്ടമാണ്. ചില മനുഷ്യന്മാർ ഇറങ്ങുന്നു, സഹായിക്കുന്നു, അതവന്റെ ഇഷ്ടമാണ്. സാമൂഹ്യ മതപരമായ ബാധ്യത വിശ്വാസികൾക്കുണ്ട്, അല്ലാത്തവനോ അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ സാഹിർ വിളിക്കുമ്പോൾ എല്ലാം വരുമോ? എല്ലാം വരുന്ന വിശ്വസിച്ച ശിർക്കായി. സാഹിർ എപ്പോ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും അവിടെ എല്ലാം ശൈത്താൻ വരും. ഓന്റെ എല്ലാ ആവശ്യം നിർവഹിച്ചു കൊടുക്കുമെന്നാണോ? ആ വിശ്വാസം തന്നെ ശിർക്ക്.
ആ വിശ്വാസം തന്നെ ശിർക്ക് എന്ന് ആ സാഹിർ വിളിക്കുമ്പോൾ ശൈത്താൻ വരുന്നുണ്ട്. അത് വിശ്വസിച്ച ശിർക്കല്ല, എപ്പോൾ വരും അത് ശൈത്താൻ തീരുമാനിക്കണം. ഞാൻ പോകാൻ സമയമായിട്ടുണ്ടോ ഇല്ലേ? ചിലപ്പോ ഓൻ വിചാരിക്കുന്നത് സാഹിർ കുറച്ചും കൂടെ അതപതിക്കട്ടെ, കുറച്ചും കൂടെ ശിർക്ക് ചെയ്യട്ടെ, അവനെ ഉപയോഗിച്ച് 1000 ആളെയും കൂടി ആ ശിർക്കിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കട്ടെ, എന്നിട്ടേ ചെല്ലുന്നുള്ളൂ എന്ന് പറഞ്ഞു ഓൻ വിചാരിക്കും. അതാണ് ഒരു സത്യം, അതിന്റെ കൂടെ 100 കളവ് കൂട്ടിച്ചേർക്കും റസൂൽ പറഞ്ഞത്. 100 കളവ് കൂട്ടിച്ചേർക്കും. എന്നിട്ട് കാഹിനിന്റെ കാതിൽ ചെന്ന് കോഴി കുറുകുന്നത് പോലെ കുറുകി മന്ത്രിച്ചു കൊടുക്കും എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചു. ഇമാം ബുഖാരി അടക്കം മുദ്രിച്ച ഹദീസാണല്ലോ. കോഴി കുറുകുന്നത് പോലെ കാതിൽ ചെന്ന് കുറുകി മന്ത്രിച്ചു കൊടുക്കും. ഇവൻ വിളിക്കുമ്പോഴൊക്കെ കുറുകി മന്ത്രിച്ചു കൊടുക്കോ? ശൈത്താനെ അറിയുള്ളൂ. കാഹിനെ എപ്പോഴും മന്ത്രിച്ചു കൊടുക്കോ? ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ എപ്പോ വിളിച്ചാലും വന്ന് മന്ത്രിച്ചു കൊടുക്കുന്നതാണെങ്കിലോ ശിർക്ക് തന്നെയാണ്. എന്നാൽ ഈ യാഥാർത്ഥ്യമോ? ഈ യാഥാർത്ഥ്യമാണ്. ഹദീസിൽ നിന്ന് കിട്ടി. എന്തുകൊണ്ട് ഹദീസിൽ വന്നു? അങ്ങനെ സിസ്റ്റം ഉണ്ടായതുകൊണ്ട്. അപ്പൊ അതൊരു സബബാണ്, എന്നാൽ ആ ശൈത്വാനും ഈ സബബിന് അപ്പുറം പ്രവർത്തിക്കുന്നല്ലോ ശിർക്ക് തന്നെയാണ്. ഈ മന്ത്രിക്കുന്ന കാഹിന്റെ ചെവിയിൽ വന്ന് മന്ത്രിക്കുന്ന ജിന്ന്, ആ ജിന്നിനും സബബിന് അപ്പുറം ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചാലോ വിശ്വാസം തന്നെ ശിർക്ക്. ചോദിക്കേണ്ട കാര്യമില്ല, വിശ്വാസം തന്നെ ശിർക്ക്. അതുകൊണ്ട് ശിർക്കും തൗഹീദും വേർതിരിയുന്നത് ഈ പോയിന്റിൽ തന്നെയാണ്. ഏത് സൃഷ്ടിക്കും അതിൻ്റെതായ കാര്യകാരണ ബന്ധമുണ്ട്. ആ കാര്യകാരണ ബന്ധമാണ് അതിന്റെ ഭൗതികത. ആ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ ഭൗതികമായ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സൃഷ്ടി പ്രവർത്തിക്കുമെന്ന വിശ്വാസം ശിർക്കല്ലെങ്കിൽ ആ സൃഷ്ടി ഇതിനപ്പുറം പ്രവർത്തിക്കുന്ന വിശ്വാസം ശിർക്ക് തന്നെയാണ്. അതുകൊണ്ട് ജിന്ന് നമ്മളെ കാണുമെന്ന വിശ്വാസം കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാഴ്ചയെ പറ്റിയാണെങ്കിൽ ശിർക്കല്ല. എന്നാൽ കാര്യകാരണ ബന്ധമൊന്നും ബാധകമല്ല. ജിന്ന് എപ്പോഴും നമ്മൾ ലോകത്തെവിടെയാണെങ്കിലും നമ്മളെ കാണുമെന്ന് വിശ്വസിച്ചാലോ ആ വിശ്വാസം ശിർക്കാണ്. ജിന്ന് എന്റെ ശബ്ദം കേൾക്കുമെന്ന വിശ്വാസം ശിർക്കല്ല. എന്തുകൊണ്ട്? ജിന്നിന് കേൾവിയുണ്ട്, ജിന്നിന് കുദ്റത്തുണ്ട്. ആ കുദ്റത്ത് പ്രകാരം ജിന്ന് നമ്മുടെ ശബ്ദം കേൾക്കുന്നു എന്ന് വിശ്വസിച്ച ശിർക്കല്ല. എന്നാൽ ലോകത്തെ ഏത് വിളിയും ജിന്ന് കേൾക്കുമെന്നാണെങ്കിലോ അത് ജിന്നിന്റെ കുദ്റത്തല്ല, അത് ജിന്നിന്റെ സബബല്ല, കാര്യകാരണ ബന്ധമല്ല. ആ കാര്യകാരണ ബന്ധത്തിന് അപ്പുറം ഉള്ള കേൾവിയാണ്. ആ കേൾവി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. അത്തരം കുദ്റത്തുണ്ട് വിശ്വസിച്ചാൽ ശിർക്കായി. ജിന്ന് പോയി മുങ്ങും എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല. നീന്തം പഠിച്ച ജിന്നാണെങ്കിൽ അയാൾ നീന്തും എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല. എന്താ? അത് അവന്റെ കുദ്റത്താണ്. അതിന് ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ ജിന്ന് നീന്തുന്നുണ്ടോ വെച്ചാല് ഉണ്ടായിക്കൊള്ളുന്നില്ല. മുങ്ങുമെന്ന് പറഞ്ഞു, കാണുമെന്ന് പറഞ്ഞു, കേൾക്കുമെന്ന് പറഞ്ഞു, സഞ്ചരിക്കുമെന്ന് പറഞ്ഞു, ലോഡ് വഹിക്കുമെന്ന് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു. ഇനി ഏതൊക്കെ ജിന്ന് എന്തൊക്കെ ഉണ്ടാവും അല്ലാഹു അഅലം. എല്ലാ ജിന്നിനും ഒരേ കഴിവാണോ? അല്ല എന്നാ ഖുർആനിൽ മനസ്സിലാവുന്നത്. ഇഫ്രീത്തിന്റെ കഴിവ് അല്ലാത്തവനുണ്ട് അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇഫ്രീത്താണ് പറഞ്ഞു ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാനൊരു കഴിവുള്ളവനാണ്. അപ്പൊ അവൻ ആ കഴിവുണ്ട്, അല്ലാത്ത ജിന്നിനോ ആ കഴിവില്ല. അതിന് താഴെ കഴിവുകളുണ്ടാകും. താങ്കൾ മഖാമിൽ നിന്ന്, ഈ സഭയിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. വേണമെങ്കിൽ വേറൊരു ജിന്ന് എന്ത് പറയും? വൈകുന്നേരം വഴി കിട്ടിയാൽ മതി, ഞാൻ എത്തിക്കാന്ന് പറഞ്ഞിട്ടുള്ള പറയാമാണെങ്കിൽ മറ്റൊരു ജിന്ന് എന്ത് പറയും? നാളേക്ക് വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. ഇവന്റെ കഴിവെന്താ? താങ്കൾ എണീക്കുന്നതിന് മുമ്പ് ഞാനത് എത്തിക്കാം. ഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാനത് കഴിവുള്ളവനാണ്. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ. കണ്ടോ നമ്മളെ ഫൈസൽ മുസ്ലിയാർ പിടിച്ചൊരു പുലിവാലും ഈ സബബ്. എന്റെ ചോദ്യം എന്താണ് മുസ്ലിയാരെങ്കിലും അത് വിടല്ലേ? നമ്മളെ ചോദ്യം എന്താ? ഞാൻ പുഴയിലാണ് മൂപ്പരിക്ക്, ഞാൻ പുഴയിൽ വിടരുത്, എനിക്ക് പുഴ തന്നെ വീഴണം, അത് സമ്മയ്ക്ക്, ഞാൻ പുഴ വീണോട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. കരയിൽ വീണ വിധി തന്നെയാണെങ്കിൽ ഞാൻ പുഴയിൽ ആ വിധി എടുത്തിട്ടാ മതി, പ്രശ്നം തീർന്നല്ലോ. ഞാൻ പുഴയിൽ ഇങ്ങനെ മുങ്ങിത്താഴാണ്. ഈ സമയത്ത് എനിക്ക് ആ പുഴയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഒരു മൻഫഅത്ത് ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉപയോഗപ്പെടുത്താനുള്ള സബബായി ജിന്നിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സബബായി നിശ്ചയിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. എന്താ ഉത്തരം പറയാത്തത്? പിന്നെ ഞാനെന്തോ മൂപ്പരോട് ജിന്നിന് എന്തൊക്കെ കഴിവുണ്ടെന്ന് ചെയ്താ ഏൽപ്പിച്ച പോലെ ഉണ്ട്. നീന്തും, മുങ്ങും, തപ്പും, പൊക്കും, ഒഴിക്കും, എന്തിനൊക്കെ പറയുന്നത്? ഇതൊന്നും നമുക്ക് വിഷയമല്ല. നമുക്ക് രണ്ടു കൂട്ടർ അംഗീകരിക്കുന്ന കാര്യമല്ലേ? ഇതൊക്കെ ഉണ്ട്. ഈ കഴിവുകൾ ജിന്നിനുണ്ട് എന്നതുകൊണ്ട് ഞാൻ വിളിച്ചാൽ എന്റെ വിളി കേട്ട് എന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് എനിക്ക് ആവശ്യമായ സഹായങ്ങളുമായി വരാൻ ജിന്നിന് കഴിയുമോ ഉണ്ടെങ്കിൽ ആയത്ത് വേണം, ഹദീസ് വേണം. പിന്നെ ആയത്ത് ഹദീസും ചോദിച്ചാൽ അക്കലാനിയത്തോ നിങ്ങൾ ഉദ്ധരിച്ചാൽ മതി. ആയത്ത് ഹദീസും ഒരു ആയത്ത് ഹദീസും കൂടെ ഉദ്ധരിക്കുക. പിന്നെ മൂപ്പർക്ക് വല്ലാത്തൊരു ധാരണ ഉണ്ട് ഈ ജോത്സ്യന്റെ കാര്യത്തിൽ. പിന്നെ പിശാച് ഉദ്ദേശിച്ചാൽ കിട്ടും, പിശാച് ഉദ്ദേശിച്ചാലും കിട്ടൂല. ഫൈസൽ മുസ്ലിയാരെ
കിട്ടൂല. അതിന് വാർത്ത കേൾക്കാൻ പോകുമ്പോ അള്ളാഹ് നിശ്ചയിച്ചൊരു വ്യവസ്ഥ ഉണ്ട്. ഒരു നക്ഷത്രത്തോണ്ട് ഏറുണ്ട്, ആ ഏറിന് പുറത്ത് വരണം, ഇന്നലെ കിട്ടുള്ളൂ. അപ്പൊ പിശാച് വിചാരിച്ചാലും കിട്ടൂല. എന്നിട്ട് അപ്പനെ ജ്യോത്സ്യം ബെല്ലടിച്ച ഫോൺ എടുക്കാൻ പോണത്. ആ വക ധാരണ ഒന്നും വേണ്ട. പിന്നെ മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ ജ്യോത്സ്യനിലൂടെ എന്ത് ചെയ്യാം? പിശാചിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യകാരണ ബന്ധത്തിൽ നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അള്ളാഹു റസൂലും പറഞ്ഞാണ്, അതിൽ സംശയമില്ല. ഇവിടുത്തെ ചോദ്യം എന്താ? ആ ചോദിച്ച വിടല്ലേ. ഇത് സബബാണോ എനിക്ക് മൻഫഅത്ത് ലഭിക്കാൻ? പുഴയിൽ വീണ് മുങ്ങിച്ചാവുന്ന മനുഷ്യൻ, കരയിൽ വല്ല ജിന്നുമുണ്ടെങ്കിൽ ആ ജിന്ന് എന്ത് ചെയ്യും? എന്നെ സഹായിച്ച് സംരക്ഷിച്ച് എനിക്ക് ഞാൻ ആവശ്യപ്പെടുന്ന ആ കാര്യം ചെയ്തു തരാൻ ആ ജിന്നിന്. അപ്പൊ എവിടുന്ന് വേണ്ട, കരയെന്ന് കേട്ടാൽ മതി, തൽക്കാലം കരയെന്ന് മതി. എവിടുത്തെ കേക്കൽ അവിടെ നിർത്തിക്കോ. അതൊക്കെ ഞാൻ പറഞ്ഞ ടിസ്റ്റ് ചെയ്ത ഓടി രക്ഷപ്പെടണ്ട. ഈ സബബും പിടിക്കും, എന്നിട്ട് സബബും നമുക്ക് തീരുമാനമാകാം. ഇത് സബബാണോ? ആണെന്ന് പറയ്, ഒന്ന് പറഞ്ഞു തരീ, ആണെന്ന് പറയ്. അതിനാണ് ചോദിക്കുന്നത്. നിങ്ങൾ പറയില്ല. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പിന്നെ പ്രവാചകന്മാരെ മുജിസത്തുമ്പോ കയറും, ജിന്നിന് എന്തൊക്കെ കഴിവുണ്ടെന്ന് നിങ്ങൾ തീസിസ് എഴുതും. നമ്മളെ ചോദ്യം, നമുക്ക് ഒരു ഇസ്തിആനത്ത് നടത്തി ഒരു മൻഫഅത്ത് ലഭിക്കാനുള്ള സബബായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നിനെ നിശ്ചയിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഞാൻ പറയും അല്ലാഹ് സബബ് നിശ്ചയിച്ചില്ലെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ല നിങ്ങൾ പറയും അല്ലാഹ് സബബായിട്ട് നിശ്ചയിച്ചിട്ടില്ല, അത് നിശ്ചയിച്ചിട്ടില്ല, നിങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം? ബാക്കി ഞാൻ തരാം. നിങ്ങൾക്ക് ഏതാണ് തരേണ്ടത് എന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് തരാം. ഇവിടെ നിങ്ങൾ ലുറിനുള്ള മനുഷ്യനൊരു ലുറുണ്ടാവാൻ സബബാക്കിയിട്ടുണ്ടോ? എനിക്ക് തർക്കില്ല. ഈ സിഹറിലൂടെ എനിക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ ജിന്നിനെ അല്ലാഹ് സബബാക്കിയിട്ട് എനിക്ക് തർക്കില്ല. എന്റെ സംശയമുള്ള മേഖല ഏതാ? എനിക്ക് ഒരു മൻഫഅത്ത് ലഭിക്കാൻ, പുഴയിൽ വീണ് മുങ്ങിച്ചാവുന്ന സമയത്ത് ഒരു മൻഫഅത്ത് ലഭിക്കാൻ ഞാനിതാ ജിന്നെ എന്ന് വിളിച്ചാൽ അങ്ങനെ ഇസ്തിആനത്ത് നടത്തി ഒരു മൻഫഅത്ത് നേടിയെടുക്കാനുള്ള സബബായി അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ടോ ഇല്ലേ? ആദ്യമേൽക്ക് അങ്ങ് പോയാൽ മതി, ആ വക ചർച്ച മതി. പിന്നെ എന്റെ നിലവാരത്തിനനുസരിച്ച് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് എന്റേതായ ഒരു നിലവാരമുണ്ട്. ആ നിലവാരത്തിനനുസരിച്ച് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ അത് ഒരു സംസാരത്തിൽ വൈകാരികമായിട്ട് ഉണ്ടാവുന്ന എന്തെങ്കിലും ഐറ്റങ്ങൾ അത് ക്ഷമിച്ചേക്കണം. കാരണം എന്നാലും പ്രായമുണ്ടല്ലോ, വളരെ പ്രായമുള്ള ആളല്ല. അപ്പൊ ഇത്തിരി ഒരു ചനിയന്റെ ഒരു അവിവേകമോ ഒരു ചാബല്യോ ഒക്കെ അതിനെ കണക്കാക്കണം എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കും. അത് പിന്നെ ഈ ഒരു സമ്പാദ രീതിയുടെ ഒരു ശൈലി അങ്ങനെയാണല്ലോ. അപ്പൊ അത് ഇവിടെ വിഷയം ഫൈസൽ മുസ്ലിയാർ, നിങ്ങൾ ഈ വാദവും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി പ്രമാണം വെക്കാതെ നിങ്ങൾക്ക് തൊള്ളേ തോണ മന്ദിക്കും, അതുപോലെ നിങ്ങൾക്ക് തൊള്ളേ തോന്നുന്ന വ്യാഖ്യാനമായിട്ട് നിങ്ങൾ ഈ പരിസരം മുഴുവൻ പ്രസംഗിക്കുമ്പോൾ ഇവിടെയുള്ള ഓരോ മനുഷ്യന്റെ അഖീദ എന്താണെന്നറിയോ? എനിക്ക് മൻഫഅത്ത് കിട്ടാനുള്ള സബബായിട്ട് അള്ളാഹു ജിന്നിനെ വെച്ചിട്ടുണ്ടെന്നുള്ള അഖീദ വരെ പല ആളുകൾക്കും കടന്നവരാണ്. നിങ്ങൾ അതൊന്ന് ഗൗരവത്തിൽ കാണ്. എന്തിനാണ് ഈ അപകടം പിടിച്ച വാദത്തിലേക്ക് നിങ്ങൾ പോണത്? നമുക്ക് നിൽക്കേണ്ടടുത്ത് നിന്നാ പോരെ. എന്തവസ്ഥാനിത്? സാലിസിനെ എവിടെയും വീഴാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇന്നോർത്ത് വീണാലേ ശിർക്കാവുന്ന പറയുന്ന സ്വാതന്ത്ര്യമില്ല. അതാ വ്യത്യാസം. വീഴാൻ എവിടെയും വീഴാം, ഇവിടെയും വീഴാം, എവിടെയും വീഴാം. വീണു എന്നതല്ല പ്രശ്നം, എവിടെ വീണു എന്നതുമല്ല പ്രശ്നം. അവിടെ ഇന്നോർത്ത് വീഴാവൂ, അല്ല സ്ഥലത്ത് വീണുകൂടാ എന്ന് പറയുന്നില്ല, അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ ഇന്ന സ്ഥലത്ത് വീഴുമ്പോ വിളിച്ചാലേ ശിർക്കാവൂ എന്ന് പറയാൻ സ്വാതന്ത്ര്യം അത് പ്രമാണങ്ങൾക്ക് നൽകണം എന്നാ ഞാൻ പറഞ്ഞത്. അത് സാലിസിനില്ല, അത് എനിക്കില്ല, അത് ഒരാൾക്കുമില്ല. ആ സ്വാതന്ത്ര്യം പടച്ച റബ്ബിന. അത് അല്ലാഹ് പഠിപ്പിക്കണം. ഏത് വിളിയാ ദുആ, ഏത് വിളിയാ ദുആ അല്ലാത്തത്, ഏത് വിളിയാ ശിർക്ക്, ഏത് വിളിയാ ശിർക്ക് അല്ലാത്തത്, അത് അല്ലാഹും റസൂലും പഠിപ്പിക്കണം. അല്ലാതെ ഞാൻ എന്നോടത്തെ വീഴുള്ളൂ, അത് ശിർക്കായി കിട്ടണം, അത് തൗഹീദായി കിട്ടണം എന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല. വീഴാൻ എവിടെയും വീഴാം, വീണാ പറ്റുമെങ്കിൽ എണീക്കുകയും ചെയ്യാം. അപ്പൊ അതല്ല വിഷയം. നേരെ മറിച്ച് ശിർക്ക് എവിടെ വരും? നമുക്ക് എന്തിനായി ചർച്ചയ്ക്ക് വന്നത്? ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്നൊരു കൂട്ടലും അല്ല, എന്ത് ചോദിച്ചാലും ശിർക്കാകുന്നില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ചോദ്യമാണോ ശിർക്ക് തന്നെ? അല്ലാത്ത ചോദ്യമാണോ? ദുആ എന്ന് പറയില്ല, പ്രാർത്ഥന എന്ന് പറയില്ല, അഭൗതികം എന്ന് പറയില്ല, അതിനാ ശിർക്കാവില്ല, എന്നാ ചെയ്യാൻ പാടില്ല, ഹറാമാണ്, ശിർക്കിലേക്കുള്ള വഴിയാണ്. ഇവിടെയാണല്ലോ തർക്കമുള്ളത്. അതിനാണല്ലോ പുഴയിൽ പോയി വീഴുന്നത്, അതിനാണല്ലോ ചൂണ്ടിടാൻ പോണത്, അതിനാണല്ലോ അത്തരം ഉദാഹരണം കൊണ്ടുവരുന്നത്. അപ്പോൾ അടിസ്ഥാന വാദം അതാണല്ലോ. അവിടെയാണ് ആയത്തും ഹദീസും പണ്ഡിതന്മാരുടെ വാചകങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് വന്നത്. മന്തിക്കിന്റെ ശൈലിയെ ഞാൻ സ്വീകരിച്ചിട്ടില്ല. ആയത്ത് വേണമെന്ന് ആയത്ത് പറഞ്ഞു, ഇപ്പൊ വീണ്ടും പറഞ്ഞു ആയത്ത് പറഞ്ഞിട്ടില്ല. ആയത്ത് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് സബബാണോ അല്ലേ എന്ന് പറയാൻ? അതാണല്ലോ അസുരതാണല്ലോ. സബബാണോ അല്ലേ എന്ന് പറയാൻ. അതല്ല ഞാൻ വീഴുന്ന പൊടി തന്നെ വീഴും, അവിടെ തന്നെ വിളിക്കും, അതിനായത്തുണ്ടോ ചോദിച്ചാലോ? അതാണ് നേരത്തെ ഉദാഹരണം പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ഉദാഹരണം അത് മറക്കാതിരുന്നാൽ മതി. അതേസമയം ഒരു വിളി എപ്പോൾ ദുആ ആകും?
അത് പുഴയിലായാലും കരയിലായാലും കടലിലായാലും എപ്പോഴായാലും ആര് വീണാലും ആര് വീണില്ലെങ്കിലും ഒരു വിളി എപ്പോൾ ദുആ ആകും, എപ്പോൾ ശിർക്കാകും, എപ്പോൾ ദുആ ആവില്ല, എപ്പോൾ ശിർക്കാവില്ല. അതാണല്ലോ മർമ്മം. അതിനാണ് ഈ പറഞ്ഞ ആയത്തിനെ ഹദീസിന്റെ അടിസ്ഥാനത്തുള്ള ഈ തത്വങ്ങൾ മുഴുവനും ഇതുവരെയും വിശദീകരിച്ചത്. എവിടെയും വിളി ദുആയാകുന്ന വിളി, ശിർക്കാകുന്ന വിളി, അത് എവിടെയും ശിർക്ക് തന്നെ. അതേസമയം ശൈത്താന് കാഹിനെ സഹായിക്കുന്നുവല്ലോ, സാഹിറിനെ സഹായിക്കുന്നുവല്ലോ. ഞാൻ പറഞ്ഞപ്പോ എന്താ ഒരു പ്രയാസം? അതാണോ മന്ദിക്കുന്നത്? അതാണോ തർക്കശാസ്ത്രം ഉദ്ദേശിച്ചത്? എന്നാൽ ശൈത്താൻ വിചാരിക്കുമ്പോൾ പറ്റൂല എന്നപ്പ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എന്താ? ശൈത്താന്റെ കുദ്റത്ത്, ശൈത്താന്റെ കഴിവ്, ശൈത്താന്റെ കേൾവി, ശൈത്താന്റെ കാഴ്ച, ശൈത്താന്റെ ശക്തി, അത് എവിടെ ഉപയോഗിക്കണം? അത് ഉദ്ദേശിക്കുമ്പോൾ ഉപയോഗിക്കും, ഉദ്ദേശം ഉപയോഗപ്പെടുത്തും. അല്ല ഓനുദ്ദേശം ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല. കാഹിനെ വിളിക്കുമ്പോഴെല്ലാം ഓനെ വീരം കൊണ്ട് നിൽക്കാൻ പറ്റുന്നതാണോ? ഇല്ല. ശൈത്താൻ വിചാരിച്ചാലും പറ്റൂല. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ശൈത്താൻ വിചാരിച്ചാലും ശരി, കാഹിൻ ചോദിക്കണം എല്ലാ സംഗതി എടുത്തു കൊടുക്കാൻ പറ്റുമോ? കഴിയില്ല. ഏതെങ്കിലും വിഷയം കാഹിൻ ചോദിച്ചാൽ അതൊക്കെ ശൈത്താൻ വിചാരിച്ചാൽ ഓനെ എത്തിച്ചു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ വിശ്വസിച്ചാൽ അതിനെ ശിർക്കായി. കഴിയുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. കാഹിൻ വിളിച്ചാൽ ശൈത്താന് എപ്പോ വേണമെങ്കിലും അല്ലെങ്കിൽ ശൈത്താൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അവന് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് ശൈത്താനെ പറ്റി വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കിന് സംശയമില്ല. അതേസമയം ശൈത്താന്റെ ഒരു കുദ്റത്തുണ്ട്, അത് പ്രമാണം കൊണ്ട് കിട്ടിയതാണല്ലോ. മുന്നിലൂടെ വരും, പിന്നിലൂടെ വരും, അതേപോലെ വലതുഭാഗം ഇടതുഭാഗം എന്നെല്ലാം അല്ല പ്രയോഗിച്ചുവല്ലോ. അവനെ കുതിരപ്പടയും കാലാൾപ്പടയും പറഞ്ഞുവല്ലോ. ഇതെല്ലാം ഖുർആൻ പരിചയപ്പെടുത്തി. അപ്പോൾ അവന്റെ കുദ്റത്താണത്. ആ കുദ്റത്ത് ആർക്ക് എപ്പോൾ കൊടുക്കണം? അത് ഓന്റെ ഇഷ്ടല്ലേ, അതവന്റെ ഇഷ്ടല്ലേ? അവനുള്ള കുദ്റത്ത്, അവന് കേൾവിയുണ്ട്. ഇപ്പൊ നമുക്ക് കേൾവിയുണ്ട് എന്ന് പറയാൻ അർത്ഥം ലോകത്ത് എന്തും നമ്മൾ കേട്ടേ പറ്റൂ എന്നാണോ? അല്ലല്ലോ. ഇഷ്ടമുള്ള നമ്മൾ കേൾക്കും, ഇഷ്ടമില്ലാത്ത കേൾക്കൂല. നമ്മുടെ കേൾവിയുടെ പരിധിയിൽപ്പെട്ടത് ഒരു സംഗതി നമുക്ക് ഇഷ്ടമുണ്ടോ കേൾക്കാൻ, നമ്മൾ കേൾക്കും, ഇല്ലെങ്കിൽ കേൾക്കൂല. നമുക്ക് നാവ് കൊണ്ട് എന്തും പറയാനുള്ള കഴിവുണ്ട് എന്ന് കരുതിയിട്ട് നാവ് കൊണ്ട് എന്തും വിളിച്ചു പറയുന്ന അല്ല. നമുക്ക് പറയാൻ താല്പര്യമുള്ളത് പറയും, പറയാൻ അനുവാദമുള്ളത് പറയും. ഇനി മതപരമായ മാനം പാലിക്കാത്ത ഒരാളാണോ എന്നാലും അയാൾക്ക് പറ്റുന്ന അയാൾ പറയും, അല്ലാത്ത പറയില്ല. പിശാചിന് കേൾവിയുണ്ട്, അവന് കാഴ്ചയുണ്ട്, അവന് കഴിവുണ്ട്, അവൻ സഞ്ചരിക്കുന്നുണ്ട്, അവൻ ലോഡെടുക്കുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴും പ്രമാണം കൊണ്ട് കിട്ടി. ഇത് മന്ദിക്ക് കിട്ടിയതല്ല, ഇത് പ്രമാണത്തിന് കിട്ടിയതാ. അതിനാണ് ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ എന്ന് പറഞ്ഞത്. അത് അവന്റെ ഖുവ്വത്താണ്, അതവന്റെ ശക്തിയാണ്, അവൻ അതിന് കവിയാണ്. ഇനി ആ ഖുവ്വത്ത്, ആ സിംഹാസനം കൊണ്ടുവരിക എന്ന ഖുവ്വത്ത് എപ്പോഴൊക്കെ എവിടെയൊക്കെ ആർക്ക് വേണ്ടിയൊക്കെ ഓൻ ചെയ്തു കൊടുക്കും, അത് ഓൻ തീരുമാനിക്കും. എന്നാ സുലൈമാൻ നബിയുടെ കാര്യത്തിലോ ഓൻ സ്വയം തീരുമാനിക്കാൻ അവകാശമില്ല. അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് സുലൈമാൻ നബി കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവന്നോളണം, സുലൈമാൻ നബി പോകാൻ പറഞ്ഞാൽ പോയിക്കൊള്ളണം, സുലൈമാൻ നബി വരാൻ പറഞ്ഞാൽ വന്നോളണം. എനിക്കിഷ്ടമല്ല പോകാന് എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം അവനില്ല. കാരണം അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബിന്റെ വഫാത്തിന് ശേഷം അവൻ ലോകത്തുണ്ടെങ്കിൽ ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ട് വേറെ വല്ല സിംഹാസനം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരേ ഓൻ തീരുമാനിക്കണം. ഓനിഷ്ടാണ്, അവനിഷ്ടാണ്. ആർക്ക് കൊണ്ടേ കൊടുക്കണം, ആർക്ക് എത്തിച്ചു കൊടുക്കണം, അത് അവനിഷ്ടമാണ്. അല്ല ഓനെ വിചാരിച്ച് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല. അവന്റെ കുദ്റത്ത്, അവന്റെ കേൾവി, അവന്റെ കാഴ്ച, അവന്റെ ശക്തി, അവന്റെ സഞ്ചാര വേഗത, അവന്റെ മറ്റു കാര്യങ്ങൾ. ആകാശലോകത്തേക്ക് വരെ കയറിപ്പോകുമെന്ന് പറഞ്ഞല്ലോ. ഇനി എപ്പ പോകണം, ആര് പോകണം, അതൊക്കെ അവർ തീരുമാനിച്ചോളും, നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. എന്നാൽ അതൊക്കെ എന്തെന്ന് വിശ്വസിച്ചാലോ ശിർക്കാണോ? ഒരിക്കലും ശിർക്കല്ല. ആകാശത്തേക്ക് കയറിപ്പോകും എന്ന വിശ്വാസം ശിർക്കല്ല. എന്തുകൊണ്ട്? എന്നാൽ ഈ ശൈത്താനും ആ സിസ്റ്റമൊന്നുമില്ലാതെ, ആ കാര്യകാല ബന്ധമൊന്നുമില്ലാതെ ലോകത്തുള്ള ഏത് വിളിയും അവൻ കേൾക്കുമെന്ന് വിശ്വസിച്ചാലോ ശിർക്ക് തന്നെയാണ്. ലോകത്തേക്കുന്ന ഏത് കാര്യം അവൻ കാണുമെന്ന് വിശ്വസിച്ചാലോ ശിർക്ക് തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു വിളി മാത്രമായിട്ടല്ല ശിർക്ക് വന്നത്. വിളി ശിർക്കാകുന്നിടത്ത് ആ വിളിക്ക് പിന്നിലെ വിശ്വാസവും ശിർക്കാണ്. ഒരു വിളി ശിർക്കാകുന്നിടത്ത് ആ വിളിക്ക് നിദാനമായ വിശ്വാസം എന്തോ ആ വിശ്വാസം ശിർക്കാണ്. മുഹീദ്ദീൻ ശൈഖ് എന്ന വിളി ശിർക്കായത് ഈ വിളിക്ക് പിന്നിൽ അവന്റെ വിശ്വാസമാണ്. ഈ വിളിക്ക് പിന്നിൽ ഒരു ഖുറാഫിക്ക് വിശ്വാസമുണ്ട്. ഞാൻ എവിടുന്ന് വിളിച്ചാലും എപ്പോ വിളിച്ചാലും എന്തിനു വിളിച്ചാലും എന്റെ വിളി കേൾക്കും, എന്നെ കാണും, എന്നെ സഹായിക്കും. അതാണല്ലോ വല്ലാ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്പൂണത് തീരം ചെയ്യും ഞാനെന്നോ അവർ. ഈ വരി കേട്ടിട്ടാണ് ഇവൻ വിളിക്കുന്നത് മുഹീദ്ദീൻ ശൈഖ് എന്നുള്ളത്. ആ വിളി ശിർക്കായത് അതിന് പിന്നിൽ ഈ വിശ്വാസം ശിർക്കായത് കൊണ്ടാണ്. ഈ വിശ്വാസമൊന്നുമില്ല, കേൾക്കുന്നില്ല, കാണുന്നില്ല, ഒന്നുമില്ല, ആ വെറുതെ വിളിച്ചു, കേവലം വിളിയായി മാറും. ഒരു വിശ്വാസം ഇല്ലാതാണെങ്കിൽ
ഒരു വിശ്വാസവാനില്ല. മുഹീദ്ദീൻ ശൈഖ് ആർത്തനവും വിശ്വസിക്കണില്ല. ആ വെറുതെ തൊള്ളിന്നാണ് വന്നു. എന്താ ഉണ്ടാവുക? അതൊരു കേവല വിളി, അതൊരു കേവല വിളി. എന്നാൽ ഒരു വിളി ശിർക്കാകും എപ്പോൾ? അവന്റെ വിശ്വാസം അനുസരിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കരയ്ക്ക് ജിന്നുണ്ടാകാം എന്ന വിശ്വാസം ശിർക്കല്ലല്ലോ, ശിർക്കല്ലല്ലോ. ആ ജിന്നിന് പല കേൾവിയും പല കാഴ്ചയും ഉണ്ട്. അല്ലാഹു കൊടുത്ത ഖുദ്റത്ത് പ്രകാരം അത് വിശ്വസിച്ച ശിർക്കല്ലല്ലോ. ആ ഖുദ്റത്ത് ഉപയോഗിക്കട്ടെ എന്നാണോ ഇവന്റെ ഉദ്ദേശം? അവന്റെ ആ ഖുദ്റത്ത്, അവനുള്ള കേൾവി, ജിന്നേ എന്ന വിളി അവന്റെ കേൾവിക്ക് പരിധിയിൽപ്പെട്ട നിലക്ക് അവൻ കേൾക്കുമെന്ന് വിശ്വസിച്ചാലോ ആ വിശ്വാസം ശിർക്കല്ലല്ലോ. ഓന് വിളിച്ചിട്ടില്ല വിചാരിക്കാം. പുഴയിൽ മുങ്ങുന്ന ഒരാള് ഇപ്പോൾ ഒരു കലയിൽ ഒരു ജിന്നുണ്ടെങ്കിൽ അവൻ എന്നെ കാണുന്നുണ്ടാകും എന്നൊരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കാണോ? ഒരിക്കലുമല്ലല്ലോ. ഇനി പോയി കരക്ക് ജിന്നുണ്ട് പക്ഷെ കണ്ടോട്ടനാണ്, എന്നാലോ അവൻ കാണില്ല എന്നുള്ളൂ. ഇവനറിയില്ല കണ്ണുണ്ടോ കണ്ടില്ലേ, നമുക്കറിയില്ല. കണ്ണിന് കാഴ്ചയുണ്ടോ കാഴ്ചല്ലേ, നമുക്കറിയില്ല. കരക്ക് ജിന്നുണ്ടെങ്കിൽ ഒരു കാഴ്ചയുണ്ടെങ്കിൽ അവൻ ഇപ്പോൾ എന്നെ കാണുന്നുണ്ടാകും എന്നൊരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കല്ലെങ്കിൽ, അവനിപ്പോൾ എന്റെ ശബ്ദവും എന്റെ ഈ നിലവിളിയും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചാലോ ആ വിശ്വാസത്തെ എങ്ങനെ ശിർക്ക് വരുന്നത്? എവിടെ ശിർക്ക് വരുന്നത്? ഇല്ല. അപ്പൊ ഒരു വിളി ശിർക്കാകുന്നിടത്ത് അതിന് പിന്നിലെ വിശ്വാസവും ശിർക്കാണ്. കേവല ഒരു വിളിയാണെങ്കിലോ കേവല വിളിക്കൊരാളും ശിർക്ക് എന്ന് പറയില്ലല്ലോ. തൗഹീദും ശിർക്കും വേർതിരിക്കാനുള്ള മാനദണ്ഡം നമ്മളെല്ലാം മനസ്സിലാക്കിയത് അങ്ങനെയല്ലേ? അപ്പോൾ അഖീദയിലാണ് ശിർക്ക് വരുന്നത്. അഭൗതികമായി ഗുണം ചെയ്യാൻ, അഭൗതികമായി ദോഷം വരുത്താൻ കഴിയുമെന്ന വിശ്വാസം ഉണ്ടോ ശിർക്ക് തന്നെ. കുഞ്ഞിലും അതിനെ എഴുതി അഭൗതിക മാർഗത്തിൽ ഗുണം ചെയ്യാനും ദോഷം വരുത്താനുമുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. ഒരൊറ്റ പടപ്പിനും കഴിയില്ല, ഒരു മഖ്ലൂഖിനും കഴിയില്ല. ഇതാണ് തൗഹീദ്, ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കുഞ്ഞിലും അതിന് ശേഷം രേഖപ്പെടുത്തിയത് 12ാമത്തെ പേജിൽ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിൽ. ഇസ്ലാമിന് അടുത്ത തൗഹീദ് എന്ന പുസ്തകത്തിലും അത് തന്നെ മൗലവി എഴുതി. അവിടെ സൃഷ്ടികളിൽ ഒരാൾക്കും കഴിവില്ല എന്നാണ്, ഇവിടെ പടപ്പുകൾക്കും കഴിവില്ല എന്നാണ്, ബാക്കിയെല്ലാം ഒരുപോലെയാണ്. അപ്പോൾ അഭൗതികമായ കഴിവ് ശൈത്താനുണ്ട് എന്ന വിശ്വാസമാണോ ശിർക്ക്? അഭൗതികമായ കാഴ്ച ശൈത്താനുണ്ട് എന്നാണോ ശിർക്ക്? അഭൗതികമായ കേൾവി ശൈത്താനുണ്ട് എന്നാണോ ശിർക്ക്? അഭൗതികമായി എന്നെ വിളി കേൾക്കുമെന്നാണോ ശിർക്ക്? അഭൗതികമായി എന്നെ സഹായിക്കുമെന്നാണോ ശിർക്ക്? അഭൗതികമായി രക്ഷപ്പെടുത്തുമെന്നാണോ ശിർക്ക്? അതല്ല. ശൈത്താൻ അല്ലാഹു കൊടുത്ത കേൾവിണ്ട്, അത് വിശ്വസിച്ചാലോ തൗഹീദ് വിരുദ്ധമല്ല, ശിർക്കല്ല. അല്ലാഹു കൊടുത്ത കാഴ്ചയുണ്ട്, അതുണ്ട് വിശ്വസിച്ചാലോ ശിർക്കല്ല. അല്ലാഹു കൊടുത്ത ഖുദ്റത്തുണ്ട്, അതുണ്ട് വിശ്വസിച്ചാൽ ശിർക്കല്ല. അല്ലാഹു നീന്താൻ കഴിവുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൻ നീന്തും എന്ന് വിശ്വസിച്ചാലോ ശിർക്കല്ല. പുഴയ്ക്ക് മുങ്ങുന്ന ജിന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല. അതുകൊണ്ടാണല്ലോ അവിടെ മുങ്ങിയുണ്ടായത്. സുലൈമാൻ നബിയുടെ കാലത്ത് മുങ്ങിയവനുണ്ടായി എന്ന് പറഞ്ഞു. ആ മുങ്ങല് ഓന്റെ ഖുദ്റത്താണ്, മുത്ത് പെറുക്കല് അവന്റെ ഖുദ്റത്താണ്, അത് വിശ്വസിച്ചാൽ ശിർക്കല്ല. എന്നാൽ അതേ ജിന്നും അതേ ശൈത്താനും അഭൗതികമായ കാഴ്ചയുണ്ട് വിശ്വസിച്ചാലോ വിശ്വാസം തന്നെ ശിർക്ക്. ചോദിക്കാൻ പോണ്ട. അപ്പൊ ചോദ്യം ശിർക്കാകുന്നിടത്ത് മറ്റെല്ലാം ശിർക്കായി മാറും. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ. അപ്പോളേ നമ്മളെ പ്രശ്നം എന്താ? ഞാൻ പുഴ വീണത് ഒരു കാര്യം ചെയ്യും, ഞാനേ കടലിൽ വീണെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് പ്രഷർ ഉണ്ട്, ഉപ്പോളം കൂടുതലല്ലേ. അപ്പൊ ജിന്ന വരുമ്പോഴത്തേക്കും ഞാൻ പ്രഷർ അടിച്ച് പോയെങ്കിലോ, അപ്പൊ വന്നേ ഞാൻ മയ്യത്ത് പൊക്കി കൊണ്ടുകൊണ്ടി വരുമല്ലോ. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, പുഴ മാറ്റി കടലാക്കി, പുഴ വിട്ട് കടലാക്കി. ഇവിടെ വല്ലാത്ത ഈ സംവാദം കൊണ്ടുണ്ടായ ഒരു മെച്ചം സെക്കരിയ സല ഈ പുഴയിൽ വീണ അതിനോട് ചോദിക്കണ്ട, എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ ഫൈസൽ മുസ്ലിയാർക്ക് ഇനി ബാധകമായില്ല പുഴ അല്ലേ? അതാണ് കളിച്ചാലുള്ള ഹക്കിനെതിരെ കളിച്ചാലുള്ള പ്രശ്നം. ഇവിടെ എന്റെ ചോദ്യം എന്താ? മൂപ്പരിപ്പ എന്തൊക്കെ പറഞ്ഞു പഠിച്ചോനെ, ജിന്നിന്റെ കുതിരത്തുണ്ടെന്ന് വിശ്വസിച്ചാൽ, ജിന്നെ കാണുന്ന വിശ്വസിച്ചാൽ, ജിന്നെ കേൾക്കുന്ന വിശ്വസിച്ചാൽ, എന്റെ ചോദ്യത്തിലേക്ക് വാ. എന്താ ചോദ്യം? ഞാൻ ചോദിക്കണം എന്താ? ഞാൻ കടലിൽ വീണു, മുങ്ങിത്താഴു. ഈ സമയത്ത് എനിക്ക് ഞാൻ വിളിച്ചാൽ എന്റെ ഇസ്തിആനത്ത് കേട്ട് എനിക്കൊരു മൻഫഅത്ത് എന്ന നിലയ്ക്ക് എന്നെ സംരക്ഷിച്ച് സഹായിച്ച് പരയിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെ എനിക്ക് സബബാക്കിയിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ നമ്മൾ നിൽക്കണം, ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. അങ്ങനെ സബബാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് തെളിവാണം. സബബ് ഏതാ തെളിവ്? പിശാച് ജോത്സ്യനെ സഹായിക്കും പറഞ്ഞ ആ ഇസ്തിംതാ, പിശാചും ജോത്സ്യനും തമ്മിൽ ഇസ്തിംതാ തെളിവ്. പാവം ഒരു മുസ്ലിം ജിന്നി ഭാഗത്തുണ്ടായിരുന്നല്ലോ, മൂപ്പർ മരിച്ചോ? മൂപ്പരുടെ കാര്യം എന്തായി? പാവം മുസ്ലിം ജിന്നിന്റെ കാര്യം എന്തായി? എനിക്ക് മുസ്ലിം ജിന്നി മതി, എന്നെ പിശാച് പിടിക്കണ്ട.
പിശാജ് എന്ന് പറഞ്ഞാല് നമ്മ ഹാദിറാക്കാൻ പാടില്ലല്ലോ. കാരണം ഖുർആൻ എന്താ പറഞ്ഞ് പിശാജ് ഹാദിറാവുന്നതിനെ സംബന്ധിച്ച് പിന്നെ റബ്ബി അൻ യഹ്ളുറൂൻ എന്നല്ലേ, ഔദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. അവന് ഹാദിറാവുന്നതിനെ തെറ്റന്നെ ഓടണം അല്ലെ. അപ്പൊ പിന്നെ ഹാദിറാവണ്ട, എനിക്ക് വേണ്ടത് ഒരു മുസ്ലിം ജിന്നായ മതി. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കൊരു മൻഫഅത്ത് ലഭിക്കാൻ എവിടെ കടലിൽ ഞാൻ മുങ്ങിച്ചാവുകയാണ്, ആ സമയത്ത് എന്നെ പൊക്കിയെടുത്ത് കരയിൽ കൊണ്ടുപോയി എന്നെ സംരക്ഷിക്കാനുള്ള സബബായി, എനിക്ക് ഇസ്തിആനത്ത് തേടാനുള്ള സബബായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നിനെ നിശ്ചയിച്ചിട്ടുണ്ടോ? അതിന് നിങ്ങളൊരു തെളിവ് പറയും. എനിക്ക് എത്ര ജീവിതത്തിൽ വല്ല പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വന്നാൽ അല്ലങ്ങനെ സബബ് നിശ്ചയിച്ചിരിക്കുക. നിങ്ങൾ കുറച്ച് ആൾക്കാർ ഈ ആയത്ത് പൂഴ്ത്തിയും വെക്കുക. മറ്റുള്ളവരൊക്കെ ഒന്ന് അറിയട്ടെ, അങ്ങനെ ആയത്തുണ്ട് അല്ലെങ്കിൽ ഹദീസുണ്ട് അല്ലെങ്കിൽ സബബല്ല അത് പറയാം, സബബല്ല അത് പറയാം. അതിനോട് പറയും സബബല്ല എന്ന് പറയും. അതിനൊരു മടി ഇല്ല, അത് സബബല്ല. കടലിൽ വീണ മനുഷ്യനെ സംരക്ഷിക്കാൻ അള്ളാഹ് സബബാക്കിയിട്ടില്ല എന്ന് അങ്ങനെ പറയും. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ജോത്സ്യന് സബബാക്കി എന്നതിലൂടെ കടലിലും സബബായോ, എല്ലാ രംഗത്തും സബബായോ, അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്നത് പറയും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പറയും കടലിലും സബബന്നെ, ഇതിൽ നിന്ന് മനസ്സിലാക്കാം, പിന്നെ പുഴയിലും സബബന്നെ, ഇതിൽ നിന്ന് മനസ്സിലാക്കാം എല്ലാ സ്ഥലത്തും സബബായി ജിന്നിനെ വെച്ചിട്ടുണ്ട്. ഏതിനെ മനസ്സിലാക്കി? ഇസ്തിംതാവ്. അങ്ങനെയാണോ? എന്നങ്ങനെ പറയും, വേർതിരിച്ച് പറയും. അങ്ങനെ സബബ് ഇത് ഈ സബബ് തന്നെ മതി, എല്ലായിടത്തും ബാധകാവും. ഞാൻ പറഞ്ഞ ലുറിന്, മനുഷ്യനൊരു ലുറിന് അടിസ്ഥാനപരമായി ജോത്സ്യ പ്രവൃത്തിയും സിഹറൊക്കെ എന്താ ലുറാണ്. ആ ലുറിന്റെ കാരണമായി അള്ള എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ജിന്നിനെ വെച്ചിട്ടുണ്ട്. അതിൽ ആർക്കും തർക്കമില്ല. ഇവിടെ ഹൈറായ ഒരു കാര്യത്തിന്, ഒരു മൻഫഅത്തിനാണ് നമ്മളെ ചോദ്യം. അതന്നെ മതിയോ? ഇതന്നെ മതിയോ അതിലേക്ക് തെളിവ്? അപ്പൊ എന്താ നിങ്ങളെ ആയത്തോതി? എന്തെന്നായത്തോതി എന്ന് ഞാൻ അടുത്ത് പറയട്ടെ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആയത്തോതി ഞാൻ പറയട്ടെ. ഏതായത്ത്? കടലിൽ വീണാൽ പിന്നെ സംരക്ഷിക്കാൻ, രക്ഷ തരാൻ ജിന്നിനെ സബബാക്കി എന്നതിന് നിങ്ങൾ ഇതാ തെളിവ് ധരിച്ചു. ഏതാണ്? എന്താ? പരസ്പര സൂറത്തും ആലിമ്രാൻ 128 എന്ന് ഞാൻ പറഞ്ഞോട്ടെ. സമാധാനം നിങ്ങൾ പറയണം. കാരണം ഞാൻ പറയുമ്പോൾ ദുർവ്യാഖ്യാനിച്ചെന്ന് പറയുന്നത് അതിനെ ചോദിക്കുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതി, ഒരു ആയത്ത്. ആ ആയത്തിൽ നിന്ന് ജിന്നുകൾ മനുഷ്യ ജീവിതത്തിൽ പിന്നെ മൻഫഅത്ത് കിട്ടാനും ളുറ് തടയാനും ളുറ് ആവാനും ഒക്കെ കൂടിയുള്ള സബബാണ് എന്ന് തീരുമാനിക്കപ്പെട്ടു. ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞു, അതിലൊരു വിഷയമല്ല. അപ്പൊ എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ പറയും അത് ഞാൻ നിങ്ങൾ പറഞ്ഞതായിട്ട് ഈ പറഞ്ഞ സൂറത്ത് അൻആം 128 ആയത്തിലൂടെ നിങ്ങളത് പ്രഖ്യാപിച്ചു. എല്ലാ രംഗങ്ങളിലും മനുഷ്യന് പിന്നെ മൻഫഅത്ത് കിട്ടാനും ഏതായാലും അൽഹംദുലില്ലാ അവസാനത്തെ ചോദ്യത്തിൽ എത്തിയപ്പോഴേക്ക് ഏതായാലും പുഴ നിർബന്ധമില്ലാതായി. അതിനു മുമ്പേക്ക് പുഴയിൽ തന്നെ വീഴണം എന്നാ പറഞ്ഞത്. ഇപ്പൊ ഏതായാലും പുഴ തന്നെ വേണമെന്നില്ല, കടലായാലും മതി. ജിന്ന് തന്നെ വേണമെന്നില്ല, മുസ്ലിം ജിന്നായി കിട്ടിയാൽ മതി എന്നാണ് സഹോദരൻ മനസ്സിലാക്കേണ്ടത്. ശിർക്കും തൗഹീദും ബോധിക്കുന്നിടത്ത് മുസ്ലിം ജിന്നും കാഫിർ ജിന്നും ഒക്കെ എല്ലാം ഒരു വ്യത്യാസമില്ല. മുസ്ലിം ജിന്നാവട്ടെ കാഫിർ ജിന്നാവട്ടെ സബബിന് അപ്പുറമുള്ള ചോദ്യമാണോ? ശിർക്കന്നെ. അല്ല മുസ്ലിം ജിന്നിനോട് സബബില്ലാതെ ചോദിക്കാം, കാഫിർ ജിന്നോട് ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനല്ലല്ലോ. ശിർക്കും തൗഹീദും ഞാൻ ലോകത്ത് മൊത്തം ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ സ്വീകരിക്കുന്ന തൗഹീദ് ഒരൊറ്റ ഒന്നാ. അത് മുസ്ലിമിനും കാഫിറിനും അനുസരിച്ച് തൗഹീദും ശിർക്കും മാറുന്നില്ല. മനുഷ്യനും ജിന്നിനും ശൈത്താനും മലക്കിനും അനുസരിച്ച് തൗഹീദും ശിർക്കും മാറുന്നില്ല. തൗഹീദും ശിർക്കും പ്രപഞ്ചത്തിന്റെ ആദർശമാണ്. തൗഹീദ് പ്രപഞ്ചത്തിന്റെ ആദർശമാണ്, മലക്കുകളുടെ ആദർശമാണ്, പക്ഷിമൃഗങ്ങളുടെ ആദർശമാണ്, മനുഷ്യന്റെ ആദർശമാണ്, അതേപോലെ കല്ലുകളുടെയും പാറകളുടെയും ആദർശമാണ്. എല്ലാം റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കാൻ കടപ്പെട്ടവരാണ്. എല്ലാവരും അത് പാലിക്കുന്നു. ഇൻസും ജിന്നും അതിന് എതിരായി പ്രവർത്തിക്കുന്നു. അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ പടപ്പുകളും യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ളത് മുഴുവനും ഭൂമിയിലുള്ളത് മുഴുവനും പടച്ച റബ്ബിനെ പ്രകീർത്തിക്കുന്നു. അതേപോലെ മരങ്ങളും വള്ളികളും സാഷ്ടാംഗം ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. അത് ലോകത്തിന്റെ മൊത്തം ആദർശമാണ്. പക്ഷേ അത് പാലിക്കാൻ കടപ്പെട്ട മനുഷ്യനും ജിന്നുകളും പാലിക്കുന്നവരുണ്ട്, പാലിക്കാത്തവരുണ്ട്. അല്ലാതെ ജിന്നും കാഫിറായതുകൊണ്ട് സബബിനപ്പുറം, ജിന്ന് മുസ്ലിമായ സബബിന് ഇപ്പുറം എന്നൊന്നുമില്ല. സബബ് അസ്ബാബ് എന്നുള്ളത് അള്ളാഹ് ലോകത്ത് വെച്ച സിസ്റ്റമാണ്. സബബ് മുസബ്ബബാത്ത്, കാര്യകാരണ ബന്ധം.
അത് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സംവിധാനിച്ച സംവിധാനമാണത്. അത് എല്ലാ പടപ്പിനും ബാധകമായ സിസ്റ്റവുമാണ്. അല്ല ജിന്നിന് മാത്രം ഒരു സബബ്, അത് മുസ്ലിം ജിന്നാണ് വേറെ സബബ്, കാഫിർ ജിന്നിന് വേറെ സബബ് എന്നൊന്നുമില്ല. സബബ് മുസബ്ബബാത്ത്, കാര്യകാരണ ബന്ധങ്ങൾ, അതൊരു വ്യവസ്ഥയാണ്, അതൊരു സിസ്റ്റമാണ്, അതൊരു സംവിധാനമാണ്. ആ സംവിധാനം പാലിച്ചുകൊണ്ടാണ് ലോകം മൊത്തം മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ സിസ്റ്റം ഇല്ലാതെ പ്രവർത്തിക്കുന്നവൻ അല്ലാഹ് മാത്രമാണ്. സിസ്റ്റത്തിന് അപ്പുറം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. അതുകൊണ്ട് അഭൗതികമായ കഴിവ് റബ്ബിനെ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാനും കാണാനും കേൾക്കാനും റബ്ബിനെ കഴിയൂ എന്ന് പറഞ്ഞതുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് അദൃശ്യമാർഗത്തിലെ കേൾവി അല്ലാഹ്ക്ക് മാത്രം, അദൃശ്യമാർഗത്തിലെ കാഴ്ച അല്ലാഹ്ക്ക് മാത്രം, അദൃശ്യമാർഗത്തിലെ കഴിവ് അല്ലാഹ്ക്ക് മാത്രം. ഇപ്പൊ കാണും കേൾക്കുന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോ അതിപ്പോ എന്താ ചോദിക്കുക? തർക്കമില്ലല്ലോ. അസുര പ്രകാരം തർക്കിക്കണം. അതിന് നിങ്ങൾ സ്വീകരിച്ച അസുര പ്രകാരം അതേതാ? എന്ത് ചോദിച്ചാലും ശിർക്ക്, എന്ത് ചോദിച്ചാലും ദുആ, ഏത് ചോദ്യവും പ്രാർത്ഥന എന്നതാണോ അസുര്? എങ്കിൽ ആ ചോദ്യം അലസ്യ വഴിയിലായിപ്പോയി എന്നതാണല്ലോ കാരണമായി പറഞ്ഞത്. എങ്കിൽ അവിടെ തന്നെ നമ്മൾ കൂടത്ത് പറഞ്ഞത് അലസ്യമായ കാഴ്ച റബ്ബിനെ ഉള്ളൂ, അലസ്യമായ കേൾവി റബ്ബിനെ ഉള്ളൂ. അപ്പൊ ജിന്നിന്റെ കേൾവി അലസ്യ കേൾവിയാകണ്ടേ, ജിന്നിന്റെ കാഴ്ച അലസ്യ കാഴ്ചയാവണ്ടേ? അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുമോ? അതിനാ ഞാൻ ചോദിച്ചത്, അതിനാ ചോദിച്ചത്. ആ ചോദ്യം കുറച്ച് പ്രയാസം ഉണ്ടാക്കും, എനിക്കറിയാം. ആ ചോദ്യം പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ടാ പറഞ്ഞത് ഏത് ചോദ്യവും ശിർക്കാണോ അവിടെ ഈ പറയപ്പെട്ടതെല്ലാം ശിർക്കായി മാറണം. ചോദ്യം മാത്രം ശിർക്ക്, അല്ലാത്ത ശിർക്കില്ല എന്ന് പറയാൻ കഴിയില്ല. ഇനി ജോത്സ്യന്റേതും സാഹിറിന്റേതും കാഹിന്റേതും ശൈത്താൻ കേൾക്കുന്ന ഹദീസിലുണ്ടല്ലോ. എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം അദൃശ്യമായ വഴിയിൽ കേൾക്കാൻ റബ്ബിനെ കഴിയൂ എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ അസുര് അതിനെതിരായിട്ട് ഹദീസ് വരുമോ? അതിനെതിരെ ഹദീസ് വരൂ. അദൃശ്യമായ കേൾവിയും കാഴ്ചയും ഖുദ്റത്തും റബ്ബിനെ ഉള്ളൂ. ഇത് ഖുർആനും ഹദീസും മാത്രം പഠിപ്പിച്ചതല്ല, ആദം നബി പഠിപ്പിച്ചതാണ്, ഇത് നൂഹ് നബി പഠിപ്പിച്ചതാണ്, ഇത് മൂസ നബി പഠിപ്പിച്ചതാണ്, ഇത് ഈസ നബി പഠിപ്പിച്ചതാണ്, ഇത് എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ചതാണ്. അതിനപ്പുറം ചില സ്ഥലത്തൊക്കെ അദൃശ്യമായ ജിന്നും കേൾക്കും എന്നെങ്ങനെ ഹദീസിൽ വരോ ഖുർആനിൽ വരോ? വരൂലല്ലോ. അല്ലാഹു തൗഹീദ് പഠിപ്പിക്കാനാ ആയത്തും ഹദീസും അറിഞ്ഞത്. അല്ലാഹു തൗഹീദ് പഠിപ്പിക്കാൻ ആയത്തും ഹദീസും പറഞ്ഞത്. ഏത് തൗഹീദ്? ഈ കേൾവി അല്ലാഹ്ക്ക് മാത്രം, ഈ കാഴ്ച അല്ലാഹ്ക്ക് മാത്രം, ഈ കഴിവ് അല്ലാഹ്ക്ക് മാത്രം. അതുകൊണ്ട് ആ അർത്ഥത്തിലെ പേടി റബ്ബിനോട് മാത്രം, ആ അർത്ഥത്തിലെ മഹബത്ത് റബ്ബിനോട് മാത്രം, ആ അർത്ഥത്തിലെ തഅലീം അല്ലാഹുവിനോട് മാത്രം, ആ അർത്ഥത്തിലുള്ള ഖുദൂഅ് പടച്ച റബ്ബിനോട് മാത്രം. ഇത് പഠിപ്പിക്കാനാ അല്ലാഹു റസൂലും കിതാബും സുന്നത്തുമൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഏത് ചോദ്യവും ശിർക്കാണെന്ന അസ്ലാണോ എങ്കിൽ ജിന്നിന്റെ കാഴ്ച അംഗീകരിക്കാൻ പറ്റൂല, അത് അദൃശ്യ കാഴ്ചയായി മാറണം. കാരണം ഏത് ചോദ്യവും അദൃശ്യമാർഗത്തിലാണ്, ഏത് ചോദ്യവും അദൃശ്യമാർഗത്തിലാണ്. അങ്ങനത്തെ സബബേ ഇവിടെ ഇല്ല, ആ സബബേ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചാൽ തന്നെ സബബിനപ്പുറം എന്നാണെങ്കിൽ ആ കാഴ്ചയും സബബിനപ്പുറമാകണമല്ലോ, ആ കേൾവിയും സബബിനപ്പുറമാകണമല്ലോ, ആ കഴിവും സബബിനപ്പുറമാകണമല്ലോ. അതെന്താണ് പറയാൻ കഴിയാത്തത്? അതാണെന്ന് പറഞ്ഞ സംഗതി മറ്റൊരു പൊളിയും. അപ്പൊ കാഴ്ച വിശ്വസിക്കാൻ പറ്റൂല, കേൾവി വിശ്വസിക്കാൻ പറ്റൂല. അതുകൊണ്ട് സലാം സലമി മാന്യമായി അത് തുറന്നു പറഞ്ഞു, ഇതിന് സഹായിക്കുന്ന വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. ജിന്ന് ആരെങ്കിലും സഹായിക്കുന്നത് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. ഉപദ്രവം പേടിച്ചാലോ അതും ശിർക്കെന്നെ. പേടിക്കാനും പാടില്ല, ശൈത്താനെ പേടിക്കാനും പാടില്ല. എന്നിട്ട് അബ്ദുസ്സലാം സലമി ആയത്തർക്കം മാറ്റിയത് ഫലാ തഖാഫൂഹും വഖാഫൂനി, നിങ്ങൾ ശൈത്താനെ പേടിക്കണ്ട എന്ന അർത്ഥം മാറ്റി കൊടുത്ത അബ്ദുസ്സലാം സലമി. അന്ന് പിന്നാലെ നടന്ന് പിടികൂടിയവരല്ലേ നമ്മളെല്ലാവരും. ഈ അർത്ഥം ഇവിടുന്ന് കിട്ടി. എന്തിനാ മൂപ്പര് അർത്ഥം വെച്ചത്? ശൈത്താനെ പേടിക്കണ്ട പഠിപ്പിക്കാൻ. എന്തുകൊണ്ട്? ശൈത്താനെ പേടിച്ചാൽ തന്നെ ശിർക്കായി. ഏത് പേടിയും, ഏത് പേടിയും നമ്മൾ പറഞ്ഞതോ ശൈത്താൻ അവൻ അല്ലാഹു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് അവൻ നമ്മെ വല്ലതും ചെയ്തേക്കുമെന്ന് ആൾ വിശ്വസിച്ചാൽ, പേടിച്ചാൽ ആ പേടി ശിർക്കല്ല, ആ വിശ്വാസം ശിർക്കല്ല. എന്നാൽ അദൃശ്യമായ വഴിയിൽ ശൈത്താനെ പേടിച്ചാലോ ശിർക്ക് തന്നെയാണ്. ഏതാ ദൃശ്യം? അഭൗതികമായ വഴി. ഏതാ ഭൗതികം? കാര്യകാലബന്ധങ്ങൾക്ക് അപ്പുറം. അത് തന്നെയാണ് മറഞ്ഞ വഴിയും. ആ മറഞ്ഞ വഴിയിൽ, ആ അദൃശ്യ വഴിയിൽ, ആ അഭൗതിക വഴിയിൽ, ആ കാര്യകാലബന്ധങ്ങൾക്ക് അതീതമായ വഴിയിൽ ഒരാൾ ശൈത്താനെ പേടിച്ചാലോ ശിർക്ക് തന്നെയാണ്, സംശയമില്ല. ഒരാൾ ശൈത്താനെ സ്നേഹിച്ചാലോ ശിർക്ക് തന്നെയാണ്.
അവിടെയാണ് വേർതിരിയുന്നത്. അപ്പോൾ പുഴയും കടലും മുസ്ലിമും കാഫിറും ഒന്നും തൗഹീദും ശിർക്കും വേർതിരിയുന്ന ഘടകമല്ല. മറിച്ച് ഒരു വിളി എപ്പ ശിർക്കാവും. പിന്നെ ഞാൻ വിളിക്കുമ്പോ അവിടെ വരും എന്നുണ്ടോ? ഉണ്ടായിക്കൊള്ളുന്നില്ല. ജിന്ന് ഭൂമിയിലുണ്ടെന്നല്ല പറഞ്ഞു. ഭൂനിവാസികളാണെന്ന് പഠിപ്പിച്ചു. അവര് ബാത്റൂമിലുണ്ട്, ബെഡ്റൂമിലുണ്ട്, ജനപ്രദേശത്തുണ്ട്. ഈ ഭൂമിയിൽ തന്നെയാണ് വാസം എന്ന് പറഞ്ഞു. ബിസ്മി ചൊല്ലി വാതിലടച്ചാൽ ഇനി എങ്ങോട്ട് കയറാൻ പറ്റൂല എന്ന് മടങ്ങിപ്പോന്ന് പറഞ്ഞു. അപ്പൊ എന്ത് മനസ്സിലായി? അടവനുണ്ടാവും മനസ്സിലായി. ബാത്റൂമിൽ കയറുമ്പോൾ പ്രത്യേകമായി ഹുബുസഹബായിസില്ലെന്ന് ആൺപിശാച്ച് പെൺപിശാച്ചെന്ന് രക്ഷ നേടണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന മനസ്സിലായി. വിജയപ്രദേശത്തെത്തിപ്പെട്ടാൽ ഉറക്കെ ബാങ്ക് വിളിക്കുക, എങ്കിൽ ശൈത്താൻ ഓടിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന മനസ്സിലായി. ഇനി ആ വിജയപ്രദേശത്ത് ഒരു പുഴയുണ്ട്, അവിടെ ഉണ്ടാവുന്ന വിടില്ലല്ലോ എന്നൊരു ബുദ്ധിയുള്ളവൻ പറയൂ. ഒരു കിൻഡൽ എനിക്ക് ഏറ്റാൻ കഴിയും എന്ന് പറഞ്ഞു. ശരി, അത് മനസ്സിലായി. പക്ഷെ 10 കിലോ മൂപ്പര് വഹിക്കും, അതിനെന്താ തെളിവ് എന്നാരെങ്കിലും ചോദിക്കും? ഒരു കിൻഡൽ വഹിക്കുന്ന തെളിഞ്ഞിട്ടാല് 10 കിലോ വഹിക്കുന്ന അതിന് തെളിഞ്ഞു, അത് അതിന് ഉള്ളപ്പെട്ടതാണ്. പിന്നെ 1.5 കിൻഡൽ വഹിക്കോ, അതാ പിന്നെ തെളിയേണ്ടത്. മറ്റു 1 കിൻഡൽ വഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അതിനുള്ളപ്പെട്ടു. അവിടെയാണ് ശൈത്താൻ വിജനപ്രദേശത്തുണ്ട്, ജനപ്രദേശത്തുണ്ട്, ബാത്റൂമിലുണ്ട്, ബെഡ്റൂമിലുണ്ട്, അകത്തുണ്ട്, പുറത്തുണ്ട് എന്നൊക്കെ പ്രമാണം കൊണ്ട് കിട്ടി. അവന് കാഴ്ചയുണ്ടെന്ന് കിട്ടി, അവന് കേൾവിയുണ്ടെന്ന് കിട്ടി, അവന് കുതിരത്തുണ്ടെന്ന് കിട്ടി, അവൻ വരുമെന്ന് കിട്ടി, അവൻ പോകുമെന്ന് കിട്ടി, നാം കൊടുക്കുന്ന ബാങ്ക് അവൻ കേൾക്കുമെന്ന് കിട്ടി, അപ്പോൾ ഓടിപ്പോകുമെന്ന് കിട്ടി. ഇതെല്ലാം കിട്ടി. പിന്നെ ഇവിടെ വേണ്ടത് എവിടെ കിട്ടി? അതിനെ കിട്ടിയത് ഈ പറഞ്ഞിലെല്ലാം അത് കിട്ടി. അത് മന്ദിക്കല്ല, അത് പ്രമാണമാണ്. ഈ പ്രമാണത്തിൽ നിന്ന് കിട്ടി അവരെവിടെയും ഉണ്ടാകാം. ഇനി പുഴവക്കത്ത് ഉണ്ടാവൂലേ, അതാ പിന്നെ വേറെ പറയേണ്ടത്. ഇവിടൊക്കെ ഉണ്ടാവും, പക്ഷെ പുഴവക്കത്തുണ്ടാവൂല എന്നാണെങ്കിൽ അത് പിന്നെ ഒഴിവാക്കി പറയണം. അല്ലെങ്കിൽ ഭൂനിവാസികളാണ് എന്ന വാക്കോടുകൂടി ഭൂമിയിൽ അവർക്ക് സഞ്ചാരയോഗ്യമുള്ള എവിടെയും പോലും വരാമെന്ന് മനസ്സിലായി. അവർക്ക് സഞ്ചാരമുണ്ടെന്ന് മനസ്സിലായി, കേൾവിയുണ്ടെന്ന് മനസ്സിലായി, കാഴ്ചയുണ്ടെന്ന് മനസ്സിലായി, കഴിവുണ്ടെന്ന് മനസ്സിലായി. ആ കഴിവുകൾ വിശ്വസിച്ചാലോ, ആ കേൾവികൾ വിശ്വസിച്ചാലോ, ആ കാഴ്ച വിശ്വസിച്ചാലോ, അത് പ്രകാരം ഓമല പണം ചെയ്യുന്ന വിശ്വസിച്ചാലോ, ഓം പുഴയ്ക്ക് മുങ്ങുന്നു വിശ്വസിച്ചാലോ അത് ശിർക്ക് എന്ന് പറയില്ല. പിന്നെ നമ്മളെ മുങ്ങുമ്പോ ഓൻ വന്ന് പിടിക്കോ, അത് ഞാൻ പറഞ്ഞു, അത് പിന്നെ ഓന്റെ ഇഷ്ടം. ഓനെ കളിക്കുന്നുണ്ട്, ഓൻ നമ്മളെ കാണുന്നുണ്ട്, ഓൻ നമ്മളെ കേൾക്കുന്നുണ്ട്, മുങ്ങാൻ കഴിയുന്നുണ്ട്, ഓൻ മുങ്ങണില്ല. എന്താ ചെയ്യാ? പക്ഷെ നമുക്കത് വിളിക്കാൻ പറ്റോ? ഒരിക്കലും പറ്റില്ല. നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ സിസ്റ്റം ഇവിടെ ഉണ്ടെങ്കിലും കരയിൽ അവൻ ഉണ്ടാവുക എന്ന സിസ്റ്റം, അവന്റെ കേൾവി എന്ന സിസ്റ്റം, അവന്റെ കാഴ്ച എന്ന സിസ്റ്റം, അവൻ പുഴയിൽ മുങ്ങുക എന്ന സിസ്റ്റം, ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ സിസ്റ്റം ഉപയോഗിച്ചോ എന്ന് അല്ലാഹു റസൂലും പറഞ്ഞില്ല, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കിത് പാടില്ല, ഹറാമായി. സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടല്ല, സിസ്റ്റം ഇവിടെയുണ്ട്. പക്ഷെ ഈ സിസ്റ്റം നിങ്ങൾ ഉപയോഗിച്ചോ എന്ന് അല്ലാഹു റസൂലും അനുവദിക്കണം. അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാതിരിക്കെങ്കിലും വേണം. ഇവിടെ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞില്ല, ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് ഇസ്തിംതാഇന്റെ ആയത്ത് ഞാൻ ഓതിയത്. സിസ്റ്റം പഠിപ്പിക്കാനല്ല. സിസ്റ്റം ഇസ്തിംതാഇന്റെ ആയത്തിൽ ഇല്ലെങ്കിലും സിസ്റ്റം ഉണ്ട്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടില്ലെങ്കിലും ഈ സിസ്റ്റം ഉണ്ട്. മുഹമ്മദ് നബി വന്നിട്ടില്ലെങ്കിലും ഈ സിസ്റ്റം ഉണ്ട്. അത് ഒന്നാമത്തെ ജിന്ന് മുതൽ, ഒന്നാമത്തെ ശൈത്താൻ മുതൽ അല്ലാഹു കൊടുത്ത വ്യവസ്ഥയാണത്. അത് അല്ലാഹു റസൂൽ വന്നതോട് മാത്രം ഉണ്ടായതല്ല, ഖുർആൻ ഇറങ്ങിയപ്പോണ്ടായതുമല്ല. ഇതൊന്നുമില്ലെങ്കിലും സിസ്റ്റം ഇവിടെ ഉണ്ട്. ആ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റുക എന്നതാണ് വാസ്തവം.